ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാനിത് ഓട്സും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓട്സ് ഓംലേറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് രാവിലെ എന്നല്ല, ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കിയാലോ. അതിന് ഞാനിത് അവിടെ ഒരു 1/4 കപ്പ് ഓട്സ് എടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. ഇതൊന്ന് റെസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 3 മുട്ട തവടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഓട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഓട്സിനും അതേപോലെ തന്നെ മുട്ടക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ മുട്ടയും കൂടെ ഞാൻ ഈ ഓട്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ കിട്ടണം നമുക്ക്. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞുകൊണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും, മുളക് പൊടിൻ്റെ പകരം നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ അതവിടെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണത്. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഏത് കറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ കറി ഇല്ലാതെ കഴിക്കാനും തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചട്ടോ. നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചെടുക്കണ അതേ സമയം തന്നെ ഇത് വെന്ത് വരാനാവുള്ളൂ. അപ്പോൾ അതങ്ങനെ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുറന്നിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ആയി കിട്ടും. അപ്പോൾ അതങ്ങനെ പായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഓട്സും മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.